അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഡബ് ചെയ്യുമ്പോൾ വളരെ സ്ഫുടത വേണം, ക്ലാരിറ്റിയിൽ തന്നെ ഡബ് ചെയ്യണം, ലാസ്റ്റ് വേർഡ് വരെ കേൾക്കണം. ഇപ്പം ഇന്ന് ചില പടങ്ങൾ നമ്മൾ കാണുമ്പോൾ 2 പ്രാവശ്യം കണ്ടാലേ പടം എന്താ ഡയലോഗെന്ന് മനസ്സിലാവും. കാരണം അത്രയും സ്പീഡിൽ നാച്ചുറലായിട്ടുള്ള സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന പോലെയാണ്, അത്രയ്ക്കും സ്പീഡിലാണ് ആർട്ടിസ്റ്റുകൾ പറയുന്നത്. ഇന്ന് അത്ര ക്ലാരിറ്റി മതി, അത് ഇന്നതാണെന്നുള്ളത് അവർക്ക് രജിസ്റ്റർ ആവുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഈ 80s 90s അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവരെ സ്പീഡിന് നമ്മൾ ഇമോഷനും നോക്കണം, ലിപ്സിങ്ക് നോക്കണം, പിന്നെ ആ എക്സ്പ്രഷൻ എല്ലാം നമ്മൾ ബോഡി ലാംഗ്വേജ് നോക്കണം, എല്ലാം നോക്കി അങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിക്കും ഒരു ചാലഞ്ചാണ്. ഈ സൗണ്ടും സ്ലാങ്ങും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാം എന്തൊക്കെയാണ് ചെയ്യുന്നത്? അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇത് സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന ഒരു അനുഗ്രഹം. ഓരോരുത്തർക്കും ഓരോരോ ഐഡൻറ്റിറ്റി വോയിസ് ഉണ്ടല്ലോ, അത് നമ്മൾ ആരെന്ത് ചെയ്താലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ